Hi all, this is Rekha Nair. I welcome you all to my channel, The English Forum. Today we'll be dealing with the poem A Far Cry from Africa, written by Derek Walcott. Derek Walcott എന്ന് പറയുന്നത് actually West Indies poet ആണ്. He was born in the year 1930 and passed away in the year in 2017. And he is a Nobel Prize winner. That is very important. He won Nobel Prize in the year 1992. ഇനി ഇനി നമുക്ക് പറയാനുള്ളത് ഈ പോമത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടാണ്. ആക്ച്വലി ഈ പോം ഡീൽ ചെയ്യുന്ന മൗമൗ അപ്രൈസിങ് അല്ലെങ്കിൽ മൗമൗ റെബലിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെബലിയനെ ബേസ് ചെയ്തിട്ടാണ്. എത്രമാത്രം ക്രൂവലാണ് ആ ഒരു റെബലിയൻ എന്നാണ് ഈ പോയത്തിനകത്തൂടെ അല്ലെങ്കിൽ ഈ പോയത്തിലൂടെ ഡെറക് വാൾക്കോട്ട് പറയുന്നത്. അപ്പോൾ ആൻഡ് ഹി ഈസ് കോട്ട് ബിറ്റ്വീൻ ടു സൈഡ്സ്. ഇപ്പോൾ ആളൊരു പെർമനൻ്റ് ആയിട്ട് ആൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് കൾച്ചേഴ്സിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അത് നമുക്ക് പോയിന്റ് വരുമ്പോൾ പറയാം കൂടുതലായിട്ട്. അപ്പോൾ ഇതൊരു പോസ്റ്റ് കൊളോണിയൽ ഫോമാണെന്ന് ഞാൻ പറയും. നമുക്ക് നോക്കാം എന്താണ് പോസ്റ്റ് കൊളോണിയലിസം എന്നുള്ളത്. Post-colonialism is an academic, cultural and political field analyzing the lasting impacts, exploitation and cultural legacy of Western colonialism on formerly colonized nations. Like colonialism എന്ന് പറയുന്നത് എന്താണ്? പണ്ടത്തെ കൊളനൈസ്ഡ് നേഷൻസിൽ ഈ വെസ്റ്റേൺ കൊളോണിയലിസത്തിൻ്റെ ഇമ്പാക്റ്റ്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡീനെയാണ് നമ്മൾ പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് എമേർജ്ഡ് ഇൻ 1960s ആൻഡ് ഇറ്റ് ചാലഞ്ച്ഡ് യൂറോസെൻട്രിക് ഇംപീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ തീംസ് ലൈക്ക് ഐഡൻറ്റിറ്റി, റെസിസ്റ്റൻസ്, ലാംഗ്വേജ് ആൻഡ് ദ അദറിങ് ഓഫ് നേറ്റീവ് പോപ്പുലേഷൻസ്. അല്ലേ, നമുക്കറിയാം ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നമ്മുടെ രാജ്യം എന്താ പറയുക കൊളനൈസ്ഡ് നേഷൻ തന്നെയായിരുന്നു അല്ലേ. ഇന്ത്യക്ക് ബ്രിട്ടീഷ് റൂളിൻ്റെ കീഴിൽ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴും നമ്മൾ വി വാണ്ട് ഫ്രീഡം ലോങ് ബാക്ക്, ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു യൂറോസെൻട്രിക് അല്ലെങ്കിൽ വെസ്റ്റേൺ സുപ്രീമസിയുടെ ആ ഒരു ഇമ്പാക്റ്റ് കാണാം. അതായത് പണ്ട് ഇവരിങ്ങനെ ഈ കൊളനൈസേഷൻ നടത്തുമ്പോൾ ഈ വൈറ്റ്സ് പറഞ്ഞിരുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ദ പീപ്പിൾ ബിലോങ്ങിങ് ടു ദ ഈസ്റ്റേൺ കൺട്രീസ് ആർ അൺസിവിലൈസ്ഡ് ആൻഡ് ദേ ആർ ട്രൈങ് ടു ഹെൽപ്പ് us become civilized, for which they are colonizing our nations. മനസ്സിലായോ? നമ്മുടെ നേഷൻസ് കൊളനൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, നമ്മളെ സിവിലൈസ്ഡ് ആക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് അവർ എന്താ പറയുക അവർ ഈ ഇമ്പീരിയലിസം നടത്തുന്നത് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പല പല തോട്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് വെസ്റ്റേൺ കൾച്ചറാണ് നല്ലത് എന്നുള്ളൊരു തോട്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ സാധാരണ ആൺകുട്ടികളും അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ എന്ത് ഡ്രസ്സ് ഇടാം? പാൻറ് അല്ലേ, സൂട്ട്, കോട്ട്, ടൈ. നമ്മുടെ ഇവിടുത്തെ ഈ ചൂട് ക്ലൈമറ്റിൽ പോലും നമ്മൾ ഈ വക കോസ്റ്റ്യൂംസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് വി were taught that this is the best, അല്ലെങ്കിൽ ഇതാണ് ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് നമ്മളിലേക്ക് അവർ ഇൻസ്റ്റിൽ ചെയ്ത് തന്നു. അപ്പോൾ ഇതിനെതിരെ ആയിട്ട് സംസാരിക്കുന്നത് ഞങ്ങൾക്കും ഉണ്ട് കൾച്ചറൽ. എന്നപ്പോൾ നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കി, വി വർ ഗുഡ് അറ്റ് മാത്തമാറ്റിക്സ്, വി വർ ഗുഡ് അറ്റ് ആർക്കിടെക്ചർ, വി ഹാഡ് എ ഗുഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം. നമുക്ക് ഒരുപാട് എന്താ പറയുക നമ്മുടേതായിട്ടുള്ള പ്രോഗ്രസ്സും കാര്യങ്ങളും നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പൊട്ടയാണ്. ഓഫ് കോഴ്സ് പല പല ദുരാചാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയണേ. പക്ഷേ നമ്മുടെ കൾച്ചർ എൻറ്റയർലി പൊട്ടയാണെന്ന് ആണ് അവർ പറഞ്ഞിരുന്നത്. മനസ്സിലായി? അവരുടെ കൾച്ചർ, their culture is the best and they instill them in the minds of the colonized that their culture is the best. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു യൂറോസെൻട്രിക് ആയിട്ടുള്ള തോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഇൻസ്റ്റിൽ ചെയ്ത് തന്നിരുന്നു. അപ്പോൾ
നമ്മൾ അല്ല, നമ്മുടെ കൾച്ചറും നല്ലതാണ് എന്ന് ഈ വേൾഡിനെ അറിയിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് അല്ലേ? അപ്പോൾ നമുക്കും നമ്മുടെ ഐഡൻറ്റിറ്റിയെ കുറിച്ചിട്ടും നമ്മൾ നടത്തിയ റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടും അതുപോലെ നമ്മളെപ്പോഴും ഒരു അതർ കാറ്റഗറിയാണ് അല്ലേ? നോൺ വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് വി ബിലോങ് ടു അതർ ദ കാറ്റഗറി അല്ലേ? ഒരു അതർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയാണ്. നമ്മളെപ്പോഴും അതർ ചെയ്യപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് നോൺ വൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിനൊക്കെ എതിരെ സംസാരിക്കുക എന്നുള്ളതാണ് ഈ പോസ്റ്റ് കൊളോണിയലിസത്തിൻ്റെ അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പോസ്റ്റ് കൊളോണിയലിസം റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. ഞാൻ ജസ്റ്റ് 3 ടേംസ് ആണ് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പോമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ആണ്. അപ്പോൾ അതിനകത്തുള്ള ടേംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3ഉം ഹൈബ്രിഡിറ്റി, മിമിക്രി, തേർഡ് സ്പേസ് ഓഫ് ഇനൻസിയേഷൻ. ഈ 3 ടേംസും ഹോമി കെ ഭാഭ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് കൊളോണിയൽ തിയറിസ്റ്റിൻ്റെ ടേംസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഹൈബ്രിഡിറ്റി. Maybe I can first deal with the term mimicry. എന്താണ് മിമിക്രി? ഞാൻ നേരത്തെ പറഞ്ഞു, എന്ത് നമുക്കൊരു തോന്നലുണ്ടായി, അതായത് നമുക്ക് തനിയെ ഉണ്ടായ തോന്നലല്ല. The Western people instilled in the minds of the Eastern people that the Eastern people are uncivilized. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മോശക്കാരാണ് എന്ന് തോന്നിയപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്കും വൈറ്റ്സിനെ പോലെ ആവണം എന്നുള്ള തോന്നൽ വന്നു അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വി സ്റ്റാർട്ടഡ് ഇമിറ്റേറ്റിംഗ് ദം. അപ്പോൾ ഈ ഒരു കൊളനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ കൊളനൈസേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് മിമിക്രി എന്ന് പറയുന്നത്. ഇങ്ങനെ മിമിക്രി ചെയ്യുമ്പോൾ എന്താണ്? നമുക്ക് നമ്മുടെ കുറച്ച് നേറ്റീവ് കൾച്ചറും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. പിന്നെ നമുക്ക് അവരുടെ വെസ്റ്റേൺ കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ആ കൾച്ചറൽ വാല്യൂസും നമ്മുടെ ഉള്ളിലേക്ക് എത്തുകയാണ്. അപ്പം നമ്മൾ അവിടെ ഒരു സ്റ്റേബിൾ ഐഡൻറ്റിറ്റി അല്ല. ആർ യു എ കംപ്ലീറ്റ് ഇന്ത്യൻ? നിങ്ങളൊരു കൾച്ചറൽ വാല്യൂസ് വെച്ച് നോക്കുമ്പോൾ ആർ യു എ കംപ്ലീറ്റ് ഇന്ത്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം നമ്മളിത് പ്രിഡിസേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത് കൂടുതലായിട്ടും. പക്ഷെ ഇപ്പോഴും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളൊക്കെ അതിനുള്ളൊരു വലിയൊരു എക്സാമ്പിളാണ് കേട്ടോ, ഡ്രസ്സിങ്ങിൻ്റെ കാര്യമൊക്കെ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് കൊളനൈസ്ഡ് ആയപ്പെട്ട പോയ ആളുകൾക്ക് തോന്നാൻ തുടങ്ങി ദാറ്റ് ദേ നീഡഡ് ടു ഇമിറ്റേറ്റ് ദ വൈറ്റ്സ്. അപ്പോൾ അങ്ങനെ അവരുടെ കുറച്ച് കൾച്ചറൽ വാല്യൂസും റീറ്റെയിൻ ചെയ്തു. അവരുടെ എന്താ പറയുക, കുറച്ച് വൈറ്റ്സിൻ്റെ കുറച്ച് കൾച്ചറൽ വാല്യൂസ് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായ ഒരു സ്റ്റേറ്റ് മീൻസ് അങ്ങനെയുള്ള ആയിരിക്കുന്നൊരു അവസ്ഥേനെയാണ് ഹൈബ്രിഡിറ്റി എന്ന് പറയുന്നത്. അത് തന്നെയാണ് തേർഡ് സ്പേസ് ഓഫ് ഇനൻസിയേഷൻ എന്നുള്ളതിലും പറയുന്നത്. അതും എന്താണ്? ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണ് അല്ലേ? അതായത് നമുക്ക് ഇതാണ് ഐഡൻറ്റിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഐഡൻറ്റിറ്റി കീപ്സ് ഓൺ ചേഞ്ചിങ്, ഇറ്റ് ഈസ് ഡൈനാമിക്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ പറയുക, അപ്പോൾ ഈ തേർഡ് സ്പേസ് ഓഫ് ഇനൻസിയേഷൻ എന്ന് പറയുന്ന ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ്. നമ്മൾ ഫുള്ളി വൈറ്റ് കൾച്ചർ അഡോപ്റ്റ് ചെയ്തോ? ഇല്ല. എന്നാൽ നമ്മൾ പഴയ പോലെ നേറ്റീവ് കൾച്ചറിൽ മാത്രം നിൽക്കുന്ന ആളാണോ? അല്ല. അപ്പോൾ ആ ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആണ് ഈ തേർഡ് സ്പേസ് ഓഫ് ഇനൻസിയേഷൻ എന്ന് പറയുന്നത്. ഈ തേർഡ് സ്പേസ് ഓഫ് ഇനൻസിയേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അതിൽ നോക്കൂ, കൾച്ചറൽ എക്സ്ചേഞ്ച് അല്ലേ, ചാലഞ്ചസ് റിജിഡ് ഐഡൻറ്റിറ്റീസ്. അതായത് ദിസ് ഈസ് ഇന്ത്യൻ കൾച്ചർ, ദിസ് ഈസ് അമേരിക്കൻ കൾച്ചർ, ദിസ് ഈസ് ബ്രിട്ടീഷ് കൾച്ചർ എന്ന് പറയുന്നത് പകരം എന്താണ്? ആ കൾച്ചറൽ വാല്യൂസൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതും വാങ്ങുന്നതും ഉണ്ട്. മനസ്സിലായോ? ആ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതായത് കൊളനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഐ ടോൾഡ് യു ദാറ്റ് ദ കൊളനൈസ്ഡ് പീപ്പിൾ ട്രൈ ടു ഇമിറ്റേറ്റ് കൊളനൈസേഴ്സ് അല്ലേ? അതുപോലെ തന്നെ colonizers are also coming into contact with a new culture, with a different culture അല്ലേ? അവരും ഒരു പുതിയ കൾച്ചർ എൻകൗണ്ടർ ചെയ്യാണ്. സോ while they encounter a new culture that is entirely different from theirs, they also acquire cultural values of the colonized. മനസ്സിലായോ? അതായത് നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മളെ ഭരിച്ചിരിക്കുമ്പോൾ
അൺനോയിങ്ലി അവരും നമ്മുടെ കുറേ കൾച്ചറൽ വാല്യൂസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അൺനോയിങ്ലി ആണ് അത് സംഭവിക്കുന്നത്. നമ്മൾ മറ്റേ കൊളണൈസേഴ്സിനെ ഫോളോ ചെയ്യുന്നത് പലപ്പോഴും അത് വില്ലിങ്ലി, അല്ലെങ്കിൽ നമുക്കത് വേണം എന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് മിമിക്രി എന്നുള്ള ടേമിൽ നമ്മൾ പറയുന്നത് അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ് ഇതിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ അവരും നമ്മുടെ കൾച്ചറൽ വാല്യൂസ് അക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സാധനമല്ല. ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. പോയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ, ആഫ്രിക്കയും നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ ആഫ്രിക്കയിൽ ബ്രിട്ടീഷ് പീപ്പിളിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടായൊരു അപ്രൈസിംഗ് ആണ് മോമോ അപ്രൈസിംഗ് അല്ലെങ്കിൽ മോമോ റെബല്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് ഈ പോം. അത് ഇത്രത്തോളം എന്താ പറയുക വയലൻറ്റ് ഫോം എടുത്തൊരു അപ്രൈസിംഗ് ആണ് എന്നാണ് പോയിറ്റ് പറയുന്നത്. പോയിറ്റ് ആക്ച്വലി ഹി കനോട്ട് ടേക്ക് സൈഡ്സ് ഓഫ് ബോത്ത് ദ നേഷൻസ്. കാരണം നമുക്ക് പോം പഠിക്കുമ്പോൾ നോക്കാം. അപ്പോൾ ആള് ഹിസ് കോട്ട് ബിറ്റ്വീൻ ടു ഐഡൻറ്റിറ്റീസ്, അല്ലെങ്കിൽ ആളുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഡിവൈഡഡ് ആണ്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഇനി പോയത്തിലേക്ക് കടക്കാം. A wind is ruffling the tawny pelt of Africa. ടോണി പെൽറ്റ് എന്ന് പറയുന്ന ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്. അതായത് ഇപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. സോറി, യൂട്യൂബല്ല, എന്തായാലും പറയാം, AI നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഇതിന് മുമ്പത്തെ ഇതിൽ കണ്ട ടേംസിൻ്റെ ഡെഫിനേഷൻസ് ഞാൻ എടുത്തത് കല്യാണി മാമിൻ്റെ, കല്യാണി വെള്ളത്ത് കേട്ട് കാണും, ഇംഗ്ലീഷ് ഫീൽഡിലുള്ള എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും. കല്യാണി മാമിൻ്റെ ഒരു പുതിയ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായിരുന്നു, കണ്ടംപററി എൻസൈക്ലോപീഡിയ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ട്. ആളുടെ ബുക്കിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അത്രയും ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ്. ഏതൊരു ഇംഗ്ലീഷ് സ്റ്റുഡൻറ്റും പൊസസ് ചെയ്യണം ആളുടെ ബുക്സ് എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇതും അതെ, ഇത് ഞാൻ ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല, പക്ഷേ ഇതും കുറച്ച് ഭാഗമൊക്കെ ഞാൻ വായിച്ചു. അപ്പോൾ ലൈക്ക് ഹർ അതർ ബുക്സ്, ഇതും ഭയങ്കര നല്ല ബുക്കാണ്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഡെഫിനേഷൻസ് ആണ് ഇത്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ എപ്പോഴും ആളുടെ ബുക്സ് ഹെൽപ്ഫുള്ളാണ്. പ്രത്യേകിച്ചും നെറ്റിനൊക്കെ നമ്മൾ അങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ മസ്റ്റായിട്ട് വാങ്ങേണ്ട ബുക്സാണ് കല്യാണി മാമിൻ്റെ ബുക്സ് കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്തിട്ടുള്ളതാണ്. ഞാനത് മാമിന് ഇങ്ങനെ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും ഈ ഫീൽഡിലുള്ള അറിയാം. പക്ഷെ ഞാൻ ഷീ ഈസ് മൈ ടീച്ചർ, അപ്പോൾ ഞാനും ആളുടെ നോട്ട്സിൽ നിന്ന് എടുത്തതായതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പോയത്തിലേക്ക് വരികയാണ്. A wind is ruffling the tawny pelt of Africa. അതായത് ടോണി പെൽറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രൗണിഷ് കളറിനെയാണ്. അതായത് ദിസ് ബ്രൗണിഷ് കളർ മീൻസ് ഇറ്റ് ഇസ് സിമിലർ ടു ദ സ്കിൻ ടോൺ ഓഫ് ആനിമൽസ് ലൈക്ക് ലയൺ, ഡോഗ്, അല്ലേ? അങ്ങനത്തെ ഒരു ബ്രൗണിഷ് കളറായിട്ടുള്ള ഒരു എന്താ അതിനെ പറയുക, ഗ്രാസ് ലാൻഡ് ആണ്. And a wind is passing through this grassland. Maybe the wind denotes or it signifies that a storm is coming soon. പെട്ടെന്ന് തന്നെ, അധികം താമസിയാതെ തന്നെ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവും എന്നായിരിക്കാം പറയുന്നത്. And in an abstract level, this line is speaking about human affairs. It is speaking about the Momo uprising. Momo uprising can be, it is possible that it is the beginning of something more terror, something more horrific. കൂടുതൽ ഭയാനകമായിട്ടുള്ള എന്തിൻ്റെയോ ഒരു മുന്നോടിയായിട്ട് വരുന്ന ഒരു സാധനമായിരിക്കാം ഇത് എന്നാണ് പറയുന്നത്, ഒരു പക്ഷേ. അപ്പോൾ വിൻഡ് ഈസ് റഫ്ലിംഗ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന ഒരു സ്റ്റോമിനെ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു സാധനമായിരിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ ടോണി പെൽറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റഫോറിക്കൽ ഇമേജ് ആണ്, അല്ലെ? ടോണി എന്ന് പറയുന്നത് ഒരു കളറാണ്. അവിടെ എന്താണ്, ഗ്രാസ്ലാൻഡിനാണ് പറയുന്നത്. കിക്കിയു എന്ന് പറയുന്നത് ഇറ്റ്സ് ദ നെയിം ഓഫ് ദ ട്രൈബ് ദാറ്റ് ലെഡ് ദ സ്ട്രഗിൾ, ദാറ്റ് ലെഡ് ദ മോമോ അപ്രൈസിംഗ്. കിക്ക് ആസ് ഫ്ലൈസ്, അല്ലേ? ഫ്ലൈസിൻ്റെ പോലെ, അല്ലേ?
കിക്യു എങ്ങനെയാണ് ഫ്ലൈസിൻ്റെ പോലെ ബാറ്റൺ അപ്പോൺ ദ ബ്ലഡ് സ്ട്രീംസ് ഓഫ് ദ വേൾഡ് അല്ലേ. ബ്ലഡ് സ്ട്രീംസ് അതായത് തകർത്ത് നടക്കുകയാണ് യുദ്ധം അല്ലേ. വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗ്രാസ് ലാൻഡ് തന്നെയാണ്. അവിടെയൊക്കെ ഇങ്ങനെ ബ്ലഡ് സ്ട്രീം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. Corpses are scattered through a paradise. Here, a paradise denotes Africa. Okay, corpses are everywhere. He can see a lot of corpses around him. Corpses are dead bodies. Like only the worm, kernel of carrion, cries. Waste no compassion on these separate dead. Like, the point is saying that worm is the colonel. Worm is a senior officer. Like the poet compares the worm to a senior officer. എന്നിട്ട് പറയാണ് only the worm is treating everybody without any discrimination അല്ലേ. അതായത് waste no compassion on the separate dead. Everybody else is treating human beings with discrimination അല്ലേ. നമുക്കറിയാം വൈറ്റ്സ് ആർ പ്രിവിലേജ്ഡ് കാറ്റഗറി ആൻഡ് ബ്ലാക്സ് ആർ നോൺ പ്രിവിലേജ്ഡ് കാറ്റഗറി. അപ്പോൾ അവിടെ ഒരു സെപ്പറേഷൻ ഡിസ്ക്രിമിനേഷൻ എപ്പോഴും ഉണ്ട് അല്ലേ. പക്ഷേ the point is saying that the only kernel that is impartial or that does not show any sort of racial discrimination is the worm that feed on dead bodies അല്ലേ. ഡെഡ് ബോഡീസിനെ തിന്ന് ജീവിക്കുന്ന worm മാത്രമാണ് ഒരു ഡിസ്ക്രിമിനേഷൻ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കാത്തതായിട്ട് ഉള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് justify and scholars seize the salience of colonial policy അല്ലേ. അപ്പം എന്താ പറയുന്നത്, സ്കോളേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊളിറ്റീഷ്യൻസ് എന്നൊക്കെയാണ്. അതായത് ഇപ്പം നമ്മളിപ്പോൾ പറയും എന്താണ് ആ ഗ്രൂപ്പിലെ ആളുകളെ ഇത്ര ആളുകളെ കൊന്നു, അല്ല ഞങ്ങളുടെ ഇത്ര ആളുകളെ കൊന്നു, അപ്പം ഞങ്ങൾക്കും അപ്പുറത്തെ ആളുകളെ ഇത്ര പേരെ കൊല്ലണം അല്ലേ. ഇസ് ദാറ്റ് ഇസ് ജസ്റ്റിഫിക്കേഷൻ. നമ്മളിപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യമൊക്കെ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. എന്താണ് നേടുന്നത്, ആരാണ് നേടുന്നത് എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അതിനൊന്നും ഉത്തരമില്ല അല്ലേ. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരാനായിട്ട് people are trying to justify this rebellion through statistics, and the scholars എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് politicians ആണ്. The politicians are also trying to justify their acts or justify this uprising through their strategies. അവരുടെ സ്ട്രാറ്റജീസ് ഒക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ ഈ ആക്ടിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കണം. What is that to the white child hacked in bed, to savages expendable as Jews? Like the poet is showing the atrocities that happens as part of this rebellion. അത് ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് നോക്കൂ, ഒരു വൈറ്റ് ചൈൽഡിനെ അല്ലേ കൊന്ന ഒരു ബ്രൂട്ടൽ മേർഡറിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. To savages expendable as Jews. Savages here denotes Africans, like, and their pathetic condition is being compared to the pathetic condition of Jews. Like Hitler target ചെയ്ത Jews-ന്റെ അവസ്ഥ പോലെയാണ് ഈ ആഫ്രിക്കൻസിൻ്റെ അവസ്ഥ. അതേസമയം ആർ വൈറ്റ്സ് എൻജോയിങ് ദെയർ ലൈഫ്സ്? നോ, ദേ ആർ ഓൾസോ സഫറിങ് അല്ലേ. അപ്പം രണ്ട് കൂട്ടർ ഇപ്പം യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ കൊണ്ട് ബോംബിടുന്നു, ഇറാൻ കഷ്ടപ്പെടുന്നു, ഇറാൻ മറ്റേടത്ത് കൊണ്ട് ബോംബിടുന്നു, അവരും കഷ്ടപ്പെടുന്നു. അല്ലാണ്ട് ആർക്കും അവിടെ ഒരു സുഖജീവിതം ഇല്ല, എല്ലാവരും കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ പോയിറ്റും പറയുന്നത് അല്ലേ. ഇപ്പോൾ വൈറ്റ് ചൈൽഡ് കൊല്ലപ്പെട്ടു, അതുപോലെ ആഫ്രിക്കൻസും എന്താണ് ജ്യൂസ് കഷ്ടപ്പെടുന്ന പോലെ കഷ്ടപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ആരും സന്തോഷത്തിലല്ല, എല്ലാവരും കഷ്ടപ്പെടുകയാണ്. നമുക്ക് ആരും ന്യായീകരിക്കാനോ വി കനോട്ട് ജസ്റ്റിഫൈ എനിബഡി എന്നാണ് പറയുന്നത്. Threshed out by beaters, the long rushes break in a white dust of abysses, whose cries have wailed since civilization's dawn, from the parched river or beast-teeming plain. അല്ലേ, എന്താ പറയുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു the poet is using an imagery of hunting. അതായത് സിൻസ് ദ ബിഗിനിങ് ഓഫ് ദ സിവിലൈസേഷൻ the hunting has been there. അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇത്തരത്തിലുള്ള വയലൻസ്, ദ കൈൻഡ് ഓഫ് വയലൻസസ് ദാറ്റ് ഐ ക്യാൻ വിറ്റ്നസ് നൗ, ദാറ്റ് ദ പോയിന്റ് വിറ്റ്നസസ് ദെൻ ഹാസ് ബീൻ there since the beginning of the civilization. സിവിലൈസേഷൻ്റെ ബിഗിനിങ് മുതൽക്കേ എന്താണ് ഈ ഒരു
എന്താ പറയുക വയലൻസ് നമുക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ഹണ്ടിങ്ങിൻ്റെ ഇമേജാണ് പറയുന്നത്. അതായത് ഹണ്ടേഴ്സ് വരുന്നത് കാണുമ്പോൾ പക്ഷികൾ ഇങ്ങനെ പേടിച്ച് പറന്നു പോവുകയാണ്. ദ ബേർഡ്സ് ഫ്ലൈ ഇൻ ഫിയർ വെൻ ദേ സീ ദാറ്റ് ദ ഹണ്ടേഴ്സ് ആർ അപ്രോച്ചിങ്. അപ്പോൾ ആ തരത്തിലുള്ള വയലൻസ്, അതായത് അത്രയും ഒരു പ്രിമിറ്റീവ് ഇമേജാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? The point is using a primitive image to show how primitive the act of uprising is. അല്ലെങ്കിൽ വാർ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്, എത്രത്തോളം അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നാണ് എന്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് the poet is using the image of hunting. Okay. The violence of beast on beast is read as natural law, but upright man seeks his divinity by inflicting pain. Like in animal world, we can see that animals attack other animals. Like, but that's part of nature. That's natural law, because an animal attacks another animal for its survival. Like നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ആനിമൽ ഒരു മറ്റൊരു ആനിമലിനെ റേപ്പ് ചെയ്തു എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ യുദ്ധം ചെയ്തു എന്നോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അല്ലേ? പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് ആരാ? മനുഷ്യന്മാരാണ്. അപ്പോൾ ഒരു ആനിമൽ മറ്റൊരു ആനിമലിനെ അറ്റാക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഫുഡിന് വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് ഫുഡ് ചെയിൻ. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് നേച്ചർ, ഇറ്റ്സ് പാർട്ട് ഓഫ് നാച്ചുറൽ ലോ. പക്ഷേ but for what purpose? Why human beings are attacking എന്നാണ് പറയുന്നത്. എന്തിനാണ് ഹ്യൂമൻ ബീങ്സ് അറ്റാക്ക് ചെയ്യുന്നത്? To show his supreme power, to show his divine power by inflicting pain. മറ്റുള്ളവരിലേക്ക് വേദന കൊടുത്തിട്ട് അല്ല. ഇപ്പം നമ്മൾ ചുറ്റും നടക്കുന്ന യുദ്ധങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഇസ്രായേൽ അമേരിക്കൻ ഇറാൻ യുദ്ധമൊക്കെ നടക്കുന്ന സമയമാണ്. വേറെ പല ഭാഗങ്ങളിൽ പല യുദ്ധങ്ങൾ നടക്കുന്നൊരു സമയമാണ് അല്ലേ? അപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. റഷ്യ യുക്രൈൻ അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് സത്യത്തിൽ പവർഫുൾ ആയിട്ടുള്ള ആളുകളെ, പവർലെസ് ആയിട്ടുള്ള ആളുകളെ വി ആർ പവർഫുൾ ആൻഡ് യു ആർ നത്തിങ് ബിഫോർ അസ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംഗതികളാണ് ഇതൊക്കെ അല്ലേ? അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. പോയറ്റും അത് തന്നെയാണ് പറയുന്നത്. ഹ്യൂമൻ ബീങ്സ് എന്തിനാണ് മറ്റുള്ളൊരു ഹ്യൂമൻ ബീങ്ങിനെ അല്ലെങ്കിൽ മറ്റുള്ള ജീവികളെ അറ്റാക്ക് ചെയ്യുന്നത്? ടു ഷോ ദാറ്റ് ഹി ഈസ് സുപ്രീം അല്ലേ? ഞാൻ സുപ്രീം ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു സംഗതിയാണ് ഈ യുദ്ധം എന്നാണ് പറയുന്നത്. ബൈ ഇൻഫ്ലിക്റ്റിംഗ് പെയിൻ, മറ്റുള്ളവരിലേക്ക് വേദന കൊടുത്തുകൊണ്ട് അല്ലേ? Delirious as he is worried beast, his walls dance to the titan carcass of a drum, while it calls courage still that native dread of the white beast contracted by the dead. അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? ഡെലീരിയസ് എന്ന് പറഞ്ഞ ഒരു സൂപ്പർ എക്സൈറ്റ്മെൻറ്റ്. ഈ വാറൊക്കെ ആകുമ്പോൾ ഇവരൊരു സൂപ്പർ എക്സൈറ്റ്മെൻറ്റ് സ്റ്റേജിലാണ്. ആൻഡ് ഹിസ് വാൾസ് ഡാൻസ് ടു ദ ടൈറ്റൻ കർക്കസ് ഓഫ് എ ഡ്രം. അവിടെ പറയുന്നത് നമ്മൾ ഈ ഡ്രം വെച്ച് ഡാൻസ് കളിക്കില്ലേ? അപ്പോൾ അവിടെയും എന്താണ്? ഈവൻ ദ ഡ്രംസ് ആർ മെയ്ഡ് ഓഫ് ദ ഡെഡ് ബോഡീസ് ഓഫ് സം ക്രിയേച്ചേഴ്സ് അല്ലേ? അപ്പോൾ കൾച്ചറൽ വാല്യൂസ് ആർ ബിൽഡ് അപ്പോൺ ഡെത്ത് അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് എന്നാണ് പോയിട്ട് പറയുന്നത്. ഇതിനെ നമുക്ക് കറേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, പക്ഷെ ഇതെന്താണ്? നമുക്ക് ആ ഒരു ഈ വൈറ്റ് പീസ് എന്ന് പറയുന്ന ഒരു ടേമാണ് കേട്ടോ. വൈറ്റ് പീസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊണ്ടുവന്നൊരു സമാധാനം ഇല്ലാത്തൊരു സാധനം. ഓക്കെ, അവർ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ഒരു സമാധാനം. ഓക്കെ, കൊണ്ടുവന്നിട്ടില്ല, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് അവർ കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴും അവിടെ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട്. ആ മരണങ്ങളെ അതിൽ നിന്നും ബിൽഡ് ചെയ്തെടുത്തതാണ് ഈ പീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അൾട്ടിമേറ്റ്ലി അവിടെ പീസ് ഇല്ല അല്ലേ? അപ്പം അതന്നെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ ബിൽഡ് ചെയ്തിട്ടുള്ള പീസ് എന്ന് പറയുമ്പോൾ ശരിക്കും ആ ബിൽഡിങ്ങിനൊക്കെ നമ്മൾ ആ ബിൽഡിംഗ് പ്രോസസ്സിനെ എന്താണ് നമ്മൾ കറേജ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെന്താണ്? ശരിക്കും നമ്മൾ മരണത്തെ ഭയക്കുന്നത് കൊണ്ടുള്ള ഒരു ആക്റ്റാണ്, അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് എ കറേജ് എന്നാണ് പോയറ്റ് പറയുന്നത്.
Again, brutish necessity wipes its hands upon the napkin of a dirty cause. Again, a waste of a compassion, as with Spain, the gorilla wrestles with the Superman. എന്താ അവിടെ പറയുന്നത്? അവിടെ ബ്രിട്ടീഷ് എന്താ ചെയ്യുന്നത്? വൈറ്റ് പീപ്പിൾ എന്താ ചെയ്യുന്നത്? They're trying to make, they're trying to appear as if they are doing something clean. But in fact, they are doing a dirty thing. അല്ലേ? അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകളെ കൊളനൈസ് ചെയ്യുക, രാജ്യങ്ങളെ കൊളനൈസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഡേർട്ടി തിങ് ആൻഡ് ദേ ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് ലുക്ക് ആസ് എ ക്ലീൻ തിങ്. അവരിങ്ങനെ കൈ കഴുകി നാപ്കിന് വെച്ച് കൈ തുടച്ച് അവർ ഒരു ക്ലീൻ ആക്ട് പോലെയാണ് ചെയ്യാൻ നോക്കുന്നത്. അവിടെയും നാപ്കിൻ്റെ ഒരു ഇമേജ് വരുന്നുണ്ട്. എന്തിനാണ് ആ ഇമേജ് കൊണ്ടുവരുന്നത്? ഇതിനാണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു, അവർ ചെയ്യുന്നത് ഒരു ഡേർട്ടി തിങ് ആണെങ്കിലും അവർക്കത് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ക്ലീൻ തിങ് ആയിട്ട് കാണിക്കണം. സോ ദേ ആർ വൈപ്പിംഗ് ദ ഹാൻഡ്സ് വിത്ത് നാപ്കിൻ. Again, a waste of a compassion, as with Spain, the gorilla wrestles with the Superman. ഇതിൽ സത്യത്തിൽ ആരോടാണ് നമുക്ക് കമ്പാഷൻ വേണ്ടത്? അല്ലേ? പണ്ട് സ്പെയിനിലുണ്ടായ സിവിൽ വാർ എന്ന് പറയുന്നതും എന്താ ഇതുപോലൊരു ഡേർട്ടി തിങ് ആയിരുന്നു. അവിടെയും ഒരുപാട് ബ്ലഡ് ഷെഡ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ കമ്പാഷൻ എന്താ പറയാ, വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു കമ്പാഷൻ എന്ന് പറയുമ്പോൾ കൈൻഡ്നെസ്, അത് വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു സംഭവമാണ് ഇപ്പോഴത്തെ ഈ ഗൊറില്ലയും സൂപ്പർമാനും തമ്മിലുള്ള ആ ഒരു റെസൽ, ആ ഒരു ഫൈറ്റ് എന്നാണ് പറയുന്നത്. ഗൊറില്ല എന്ന് ഉദ്ദേശിക്കുന്നത് ഹിയർ ദ ഗൊറില്ല ഡിനോട്ട്സ് ആഫ്രിക്കൻസ് ആൻഡ് ദ സൂപ്പർമാൻ ഡിനോട്ട്സ് വെസ്റ്റേൺ പീപ്പിൾ, ദ വൈറ്റ്സ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റിലും നമുക്ക് എന്താണ് ഒരു കമ്പാഷൻ്റെ ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ആവശ്യമുണ്ടോ? കാരണം ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പക്ഷേ nobody is willing to stop, put an end to this struggle. Like nobody is willing to put an end to this uprising. I, who am poisoned with the blood of both, where shall I turn, divided to the vein? Like അതായത് ഇവിടെ എന്താണ്, എനിക്ക് രണ്ട് കൾച്ചറിൻ്റെയും ഇൻഫ്ലുവൻസ് ഉണ്ട്. അല്ലേ? ഐ ഹു ആം പോയ്സൺഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് ബോത്ത്. എനിക്ക് രണ്ട് കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പം ഞാൻ എവിടേക്കാണ് തിരിയേണ്ടത്? ഹും ഷുഡ് ഐ സപ്പോർട്ട്? ബിക്കോസ് ഐ ആം വെരി മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് കൾച്ചേഴ്സ്. ഞാൻ എന്ന് പറയുന്നത് ഐ എം കമ്പോസ്ഡ് ഓഫ് ടു കൾച്ചേഴ്സ്. ഓക്കെ, സോ ഹും ഷുഡ് ഐ സൈഡ്? ഹും ഷുഡ് ഐ ടേക്ക് സൈഡ്? ഞാൻ ആരുടെ സൈഡ് എടുക്കണം? ഞാൻ ആരെ വേണ്ടാന്ന് വെക്കണം എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ്. അവിടെ ഒരു എന്താ പറയുക, ഒരു ക്രൈസിസിലൂടെ ആൾ പോവുകയാണ്. അല്ലേ? ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. I who have cursed the drunken officer of British rule, how choose between this Africa and the English tongue I love? അല്ലേ? I hate British people who colonize us. അല്ലേ? നമ്മളെ ഭരിക്കുന്ന, നമ്മളെ കൊളനൈസ് ചെയ്ത ഈ ബ്രിട്ടീഷുകാരെ എനിക്കിഷ്ടമല്ല. ഐ ഹേറ്റ് ദം. പക്ഷേ അതേസമയം എന്താണ്, ഐ ലവ് ദെയർ ലാംഗ്വേജ്. അല്ലേ? ബിക്കോസ് ഐ ക്യാൻ ഈസിലി എക്സ്പ്രസ് മൈ ഫീലിങ്സ് ത്രൂ ദെയർ ലാംഗ്വേജ്. ദെയർ ലാംഗ്വേജ് എന്ന് കൂടിയല്ല പറയുന്നത്, ഇംഗ്ലീഷ് ടങ് എന്നേ പറയുന്നുള്ളൂ. അല്ലേ? അപ്പോൾ ഐ ആം വെരി മച്ച് കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഐ ക്യാൻ ഈസിലി എക്സ്പ്രസ് മൈ ഇമോഷൻസ് യൂസിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അല്ലേ? അപ്പോൾ എന്താ അദ്ദേഹം പറയുന്നത്, പോയിറ്റ് പറയുന്നത് എന്താണ്, ഡെറക് വാൾക്കോട്ട്, എനിക്ക് ഐ ഹേറ്റ് ബ്രിട്ടീഷ് പീപ്പിൾ ബട്ട് സ്റ്റിൽ ഐ ലവ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ എനിക്കെന്താണ് അവിടെ, എനിക്ക് ഒരാളുടെ സൈഡ് എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. betray them both or give back what they give. രണ്ടുപേരും വേണ്ടാന്ന് വെച്ചാലോ, രണ്ടുപേരെയും സൈഡ് എടുക്കണ്ട, രണ്ടുപേരും കണ്ടില്ല എന്ന് അടിച്ചാലോ, അതോ അവരെനിക്കെന്താണോ തരുന്നത് അത് ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ മതിയോ? എന്താ തരണേ? സമാധാനക്കേടാണ് സത്യത്തിൽ. അല്ലേ? പക്ഷെ എന്താണ് കവി ഉദ്ദേശിച്ചത് നമുക്ക് എക്സാക്ട്ലി അറിയില്ല. അവരെനിക്ക് തന്നത് തന്നെ തിരിച്ചു കൊടുത്താൽ മതിയോ എന്നാണ് ചോദിക്കുന്നത്. How can I face such slaughter and be cool? I witness a lot of slaughter. അല്ലേ? ഞാനിപ്പോൾ കൺമുന്നിൽ ഒരുപാട് മരണങ്ങൾ, കൊലപാതകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഹൗ ക്യാൻ ഐ റിലാക്സ് ബൈ വിറ്റ്നസിങ് ഓൾ ദീസ് അട്രോസിറ്റീസ്? ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ സമാധാനപരമായിട്ട് ജീവിക്കും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഹൗ ക്യാൻ ഐ ടേൺ ഫ്രം ആഫ്രിക്ക ആൻഡ് ലിവ്?
എനിക്ക് ആഫ്രിക്കനെ കണ്ടില്ല എന്ന് നടിച്ച് ജീവിക്കാനായിട്ട് എങ്ങനെ സാധിക്കും? എനിക്കത് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദ പോയിറ്റ് ഈസ് പെർമനൻ്റ്ലി ട്രാപ്ഡ് ഇൻ ആൻ ഇൻ ബിറ്റ്വീൻ സ്റ്റേജ്. മനസ്സിലായോ? ആളുടെ ഒരു അലിഗൻസ് എന്ന് പറയുന്നത് 2 കൺട്രീസിലോട്ടും ഉണ്ട്. ആൾക്ക് ബ്രിട്ടനും ഓടും ഒരു താല്പര്യമുണ്ട്, ബിക്കോസ് ആൾക്ക് ആ ഒരു കൾച്ചറൽ വാല്യൂസ് ആളുടെ ബ്ലഡിലുണ്ട്. ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ ആൾ ഹി ഈസ് വെരി മച്ച് കംഫർട്ടബിൾ. സോ ആൾക്ക് ബ്രിട്ടൻ മാത്രമല്ല, നേരത്തെ പറയുന്നുണ്ട് എന്ത്, ഒരു വൈറ്റ് കുട്ടീനെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരും ഇപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അട്രോസിറ്റീസും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇവിടെ കുറേ ആളുകൾ പറയും ഞാൻ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെയൊക്കെ എന്താണ്, ആളുകൾ കഷ്ടപ്പെടുകയാണ് അല്ലേ, സാധാരണക്കാരാണ് കഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഒരു രാജ്യം അനുഭവിക്കുന്ന കഷ്ടതകൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ പറ്റില്ല. അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ്, ഇദ്ദേഹം ആഫ്രിക്കയുടെയും ഒരു ഭാഗമാണ്, ബ്രിട്ടീഷ് കൾച്ചറിൻ്റെയും ഒരു ഭാഗമാണ്. ഹീ ഈസ് കമ്പോസ്ഡ് ഓഫ് ബോത്ത് ദീസ് ഐഡൻറ്റിറ്റീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അങ്ങേർക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിന്, അതായത് ആഫ്രിക്കനെയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെയോ കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല. ആളുടെ ബ്ലഡിൽ ഇത് രണ്ടും ഉണ്ട്, 2 കൾച്ചറും ഉണ്ട്. അതുകൊണ്ട് രണ്ടും കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല. സോ ഹിസ് കോട്ട് ഹിസ് ട്രാപ്ഡ് ഇൻ ആൻ ഇൻ ബിറ്റ്വീൻ സ്റ്റേജ്. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ പോയം എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി, ഇത് ആക്ച്വലി ഫങ്ഷണൽ ഇംഗ്ലീഷുകാർക്ക് ഫസ്റ്റ് ഇയേഴ്സിന് പഠിക്കാനുള്ളൊരു പോമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പഴയ സിലബസ് 6th സെമസ്റ്റർക്കാർക്കും പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോമാണ്. നമ്മളിപ്പോൾ നെറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.